കോഴിക്കോട് മണ്ഡലം NDA സ്ഥാനാർത്ഥി MT രമേശ് ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. രമേശേട്ടാ, പ്രചാരണ ചൂട് ഉണ്ട്, അന്തരീക്ഷത്തിനും വലിയ ചൂട് പിടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? അകത്തും പുറത്തും ചൂടാണ്. നല്ല കോഴിക്കോടാണെങ്കിൽ ഏറ്റവും വലിയ ചൂടാണിപ്പോൾ. ഇന്നൊക്കെ കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ ദിവസമാണ്. പക്ഷേ ആ ചൂട് തെരഞ്ഞെടുപ്പ് ചൂടിനെ ഒട്ടും ബാധിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണവും പ്രവർത്തനവും വളരെ സജീവമാണ്. അപ്പോൾ പാർലമെൻറ്റിൽ ഞാൻ 2 വട്ടം പര്യടനം പൂർത്തിയാക്കി. ഇനി 3ാം ഘട്ട പര്യടനത്തിലേക്ക് കടക്കുകയാണ്. 3-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അതിനുശേഷം 3ാം ഘട്ട പര്യടനം ആരംഭിക്കും. നല്ല ആത്മവിശ്വാസമാണ് ഈ 2 ഘട്ട പര്യടനത്തിലും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ജനങ്ങൾ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കണ്ടുപരിചയിച്ച മുഖത്തിന് പകരം പാർലമെൻറ്റിലേക്ക് ഒരു പുതിയ മുഖം വരണമെന്ന് കോഴിക്കോട്ടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ സാധിക്കുന്നുള്ള ആത്മവിശ്വാസം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ അങ്ങ് വ്യക്തി കേന്ദ്രീകൃതമായൊക്കെ സന്ദർശനങ്ങൾ നടത്തുന്നുണ്ട്, ആളുകൾ കാണുന്നു, അങ്ങനെ വോട്ടഭ്യർത്ഥനയൊക്കെ നടക്കും. ഇന്നിപ്പോൾ നമ്മുടെ കോഴിക്കോട് രൂപതാ ബിഷപ്പിനെ സന്ദർശിക്കുകയുണ്ടായി. അങ്ങയുടെ ഭാഗത്തുനിന്ന് അനുഗ്രഹം വേണമെന്നുള്ള ആവശ്യം അങ്ങ് സ്വാഭാവികമായിട്ടും മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും. എന്താണ് ഒരു പ്രതികരണമായിട്ടുണ്ട്? സന്ദർശനം വളരെ പോസിറ്റീവാണ്. പിതാവുമായി സംസാരിച്ചു. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. മനസ്സറിഞ്ഞ് അദ്ദേഹം അനുഗ്രഹിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ആശംസകളും നടന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞുള്ള പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയ ആശയത്തിനല്ല വ്യക്തികൾക്കാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ആരാണ് വികസനം കൊണ്ടുവരിക, ആരാണ് നാട്ടിൽ മാറ്റമുണ്ടാക്കുക, അവർക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ സഭാവിശ്വാസികളോടൊക്കെ പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അതെനിക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വികസനം കൊണ്ടുവന്നിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരാണ്. ആ വികസനം മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ കോഴിക്കോട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് എയിംസ് കോഴിക്കോട്ട് വരിക എന്നുള്ളത്. എയിംസ് ഉൾപ്പെടെയുള്ള വികസനം കോഴിക്കോട് സാധ്യമാക്കണമെങ്കിൽ മോഡിക്ക് അനുകൂലമായിട്ട് കൈ ഉയർത്തുന്ന ആൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകണം. ഞങ്ങൾ ബിഷപ്പുമായി സംസാരിക്കുമ്പോഴും സമദൂരം എന്നുള്ള നിലപാട് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. അതിനപ്പുറത്ത് പക്ഷേ നമ്മൾ ഇന്നലെ ദുഃഖവെള്ളി ദിനത്തിലൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് ലാറ്റിൻ സഭയുടെ പ്രതികരണമൊക്കെ വന്നത് കണ്ടതാണ്. ഈ ക്രൈസ്തവ സമൂഹത്തെ അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ അകൽച്ചകയും പരിഹരിക്കാൻ സാധിക്കുക നമ്മുടെ പരസ്പരം സംസാരത്തിലൂടെയാണല്ലോ. ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നവരാണ്. കാരണം ക്രിസ്ത്യൻ സമൂഹം ഉയർത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളോട് ഏറ്റവും കൂടുതൽ അനുഭാവപൂർണ്ണമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് BJP ആണ്, മോഡി സർക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി സംസാരിച്ച് പരിഹരിക്കും. അല്ലാതെ ആരെങ്കിലുമായിട്ടൊരു കോൺഫ്രണ്ടേഷന് പോകണമെന്നൊന്നും BJP ആഗ്രഹിക്കുന്നില്ല. സംശയങ്ങൾ സ്വാഭാവികമാണ്. ആ സംശയമുള്ളവരുമായി സംസാരിക്കും. ഇനിയിപ്പോൾ രാവിലെ പിതാവുമായി സംസാരിച്ച സമയത്ത് ഇത്രയും ആശങ്കകളൊന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ധാരാളം ക്രൈസ്തവ സഹോദരന്മാരെ കാണുകയും അവരുടെ വീടുകളിൽ പോകുകയുണ്ട്. ഇന്നും നാളെയുമൊക്കെ ഇനി ധാരാളം വീടുകളിൽ പോകുന്നു. ഈസ്റ്റർ സന്ദേശവുമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാർ വീടുകളിലേക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെ വെച്ച് ദൂരീകരിക്കാൻ സാധിക്കും. ഇന്നലെ വന്ന പ്രസംഗത്തിൽ തന്നെ, സന്ദേശത്തിൽ തന്നെ വന്നിരുന്നത് ഇപ്പോൾ മണിപ്പൂർ, അതുപോലെ ഉത്തരേന്ത്യയിലൊക്കെ ക്രൈസ്തവരെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായത്. അത്തരം പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ അത് പരിഹരിക്കാൻ ഇടപെടുമെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ചുമതല. ഇന്ത്യ ഒരു വിശാലമായിട്ടുള്ള രാജ്യമാണ്. രാജ്യത്തിൻ്റെ പല ഭാഗത്ത് ചെറുതും വലുതുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളോട് നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ടത് എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് കൊണ്ടുപോകണമെന്നുള്ളതാണ്. പ്രധാനമന്ത്രി തന്നെ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരുക്കിയിട്ടുള്ള ക്രിസ്മസ് വിരുന്നിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ക്രിസ്മസ് വിരുന്നൊരുക്കുന്നത്. ആ ക്രിസ്മസ് വിരുന്നിൽ എല്ലാവരോടും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്നാണെന്നാണ്. അപ്പോൾ ആ ഗവൺമെൻറ് സമീപനമാണ് BJPയുടെ സമീപനം. അപ്പോൾ അതിൽ ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്ക പരിഹരിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമൂഹം ആഗ്രഹിക്കുന്ന ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട്. എല്ലാ കാലത്തും പോസിറ്റീവായിട്ടുള്ള രാഷ്ട്രീയത്തെയും വികസനോന്മുഖ രാഷ്ട്രീയത്തെയും സ്വീകരിച്ചിട്ടുള്ള ജനവിഭാഗമാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം. അവരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം കൊണ്ടുവന്നിട്ടത്. പല രംഗത്തും മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ക്രിസ്ത്യൻ സമൂഹമാണ്. അപ്പോൾ നാട്ടിലുണ്ടാകുന്ന പൊതുവികസനത്തിൻ്റെ കൂടെ എല്ലാ രാഷ്ട്രീയവും ഭേദങ്ങളും മറന്നുകൊണ്ട് നിന്നിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം. അതുകൊണ്ട് ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാജ്യത്ത് വിശ്വസിക്കാവുന്നൊരു നേതൃത്വം നരേന്ദ്രമോദിയുടെ നേതൃത്വമാണ്. ഇപ്പം ഈ കാര്യത്തിൽ ശശി തരൂരിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് സഭയുടെ തുറന്നു പറച്ചിലാണ്, അവരുടെ വേദനയാണ് ആ പിതാവ് പങ്കുവച്ചതെന്നുള്ളതാണ് ശശി തരൂർ പറയുന്നത്. അതിലേതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ താല്പര്യമാണെന്നാണോ? അല്ല, കോൺഗ്രസ്സുകാർക്ക് താല്പര്യമുള്ള കോൺഗ്രസ് ഇവരെയൊക്കെ കാണുന്നത് കേവലം വോട്ട് യന്ത്രങ്ങളായിട്ടാണ്.
ഞങ്ങൾ ഒരു മതവിഭാഗത്തെയും വോട്ട് നേടാനുള്ള ഒരു വിഭാഗമായിട്ടല്ല കാണുന്നത്. വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ആ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം BJP വിശ്വസിക്കുന്നത് ഭാരതം എല്ലാ മതവിഭാഗങ്ങളുടെയും നാടാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ട നാടാണ്, എല്ലാ മതവിശ്വാസങ്ങൾക്കും സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ള നാടാണ് ഭാരതം. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അത് വോട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല. അപ്പോൾ നേരത്തെ വോട്ട് കിട്ടിയിട്ടല്ലോ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. വോട്ട് സ്വാഭാവികമായിട്ട് വരേണ്ടതാണ്, അത് സ്വാഭാവികമായിട്ട് വന്നോളും. ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്ക അവർക്കുണ്ടെങ്കിൽ അത് ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ആശങ്കയുള്ളവരെ അകറ്റി നിർത്താനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്, ആശങ്കയുള്ളവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് സംസാരിക്കണം. ആ സംസാരത്തിലൂടെ എല്ലാ മഞ്ഞും ഉരുക്കാൻ സാധിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ വരും ദിവസങ്ങളിൽ അത്തരത്തിൽ കൂടുതൽ കൂടിക്കാഴ്ചകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകന്മാർ തന്നെ എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളിലും പോകുന്നുണ്ട്. ഇന്നും നാളെയുമായിട്ട് ഈസ്റ്റർ സന്ദേശവുമായിട്ട് എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളും ഞങ്ങൾ പ്രവർത്തകന്മാർ പോകുന്നുണ്ട്. തികച്ചും സൗഹൃദപരമായ സന്ദർശനമാണ്. ഒരു രാഷ്ട്രീയം അവിടെ പറയുന്നില്ല, ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചും പറയുന്നില്ല. സൗഹൃദപരമായ സന്ദർശനമാണ്, വ്യക്തിപരമായ സന്ദർശനമാണ്. ഞാനും ഇന്നും നാളെയുമൊക്കെ ധാരാളം ക്രിസ്ത്യൻ സഹോദരന്മാരെ കാണുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ തുടരും. ഞാൻ അവരെ കാണുന്നത് അവരുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, പക്ഷേ നരേന്ദ്രമോദിയുടെ വികസനത്തിൻ്റെ കാഴ്ചപ്പാടുണ്ട്. ആ വികസനത്തിൻ്റെ കാഴ്ചപ്പാട് അവരിലേക്ക് കൺവേ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സന്ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അങ്ങനെ ഒരു പരസ്പരം സംസാരിക്കുന്ന സമയത്ത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് സ്വീകരിക്കാൻ സാധിക്കുന്ന പാർട്ടി, അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന പാർട്ടി, അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് 100% അവർക്ക് ബോധ്യമാകുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഇപ്പം കോഴിക്കോടേക്ക് വരികയാണ്. ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ ഒരു പ്രധാനപ്പെട്ട മണ്ഡലവും കൂടിയാണല്ലോ നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കുടുംബയോഗങ്ങളിലൊക്കെ MK രാഘവൻ MP UDF സ്ഥാനാർത്ഥി സംസാരിക്കുമ്പോൾ പറയുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, മറ്റിടത്തേക്ക് പോകില്ല എന്നുള്ള ഉറപ്പ് ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. ഏതെങ്കിലും ആശങ്കയുടെ പുറത്ത് അല്ലെങ്കിൽ BJPയിലേക്ക് നാളെ പോയേക്കാം എന്നുള്ള പ്രചാരണങ്ങളുടെ പുറത്തായിരിക്കും അദ്ദേഹം അങ്ങനെ പറയേണ്ടി വരുന്നത്? അല്ല, അദ്ദേഹം പയ്യന്നൂരിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം അദ്ദേഹം കോഴിക്കോട്ടുകാരനല്ലല്ലോ. ഞാനൊരു 30 വർഷമായി കോഴിക്കോടുണ്ട്. കോഴിക്കോട്ടെ മുസ്ലിം സമൂഹത്തിന് എന്നെ അറിയാം. ഞാൻ അവരുടെ കൂടെ ജീവിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. എൻ്റെ നിലപാടെന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവരുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്വീകരിക്കുന്ന സമീപനങ്ങൾ എന്താണെന്ന് അറിയാം. നരേന്ദ്രമോദി സർക്കാർ ഒരു മതവിഭാഗത്തെയും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന സർക്കാരല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും വലിയ ഭൂരിപക്ഷത്തിന് BJP ജയിച്ചു വരുന്നത്. അവിടുത്തെ സമൂഹത്തിന് പാർട്ടിയെ അറിയാമെന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ തെറ്റിദ്ധാരണ നടത്താനുള്ള ശ്രമമുണ്ട്, ഞങ്ങൾക്കറിയാം. കേരളത്തിൽ ബോധപൂർവം CPM-ഉം കോൺഗ്രസും മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം അവർക്ക് പരാജയപ്പെടും. അതൊന്നും ആത്യന്തികമായി നിലനിൽക്കാൻ സാധിക്കില്ല. കാരണം ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വസ്തുതയുമായിട്ട് ബന്ധമില്ല എന്ന് മുസ്ലിം സമൂഹത്തിന് ബോധ്യമാകും. ഞങ്ങൾ പറയുന്നതിലെ സത്യസന്ധതയും ആത്മാർത്ഥതയും മുസ്ലിം സമൂഹത്തിന് ബോധ്യമാകും. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. LDF കാൻഡിഡേറ്റും CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തന്നെയാണോ? അല്ല, അത് വസ്തുതാപരമായിട്ടുള്ള കാര്യമല്ലോ. ഒരു കള്ളം എത്ര പ്രാവശ്യം പറയും? 1 പ്രാവശ്യം, 2 പ്രാവശ്യം. ഈ ഒരു കള്ളം 10 പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമാകുമെന്നുള്ള പഴയ ഗീബൽസിൻ സിദ്ധാന്തം അനുസരിച്ചാണ് ഈ LDF-ഉം UDF-ഉം പ്രവർത്തിക്കുന്നത്. കാലഘട്ടം മാറി. നമ്മുടെ വിരൽത്തുമ്പിൽ സത്യമറിയാനുള്ള സാഹചര്യം ഇന്നെല്ലാവർക്കുമുണ്ട്. CAA നിയമത്തിൽ മുസ്ലിം സമൂഹത്തിലെ ആർക്കാണ് പൗരത്വം നിഷേധിക്കപ്പെടുന്ന എന്ന ഒറ്റ ചോദ്യത്തിന് ഈ നിമിഷം വരെ CPM ഉത്തരം പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് നേതൃത്വം. അതാണ് അവർ പറയേണ്ടത്. ഏതെങ്കിലും ഒരു മുസ്ലിം സമൂഹത്തിന് CAA നിയമപ്രകാരം പൗരത്വം നഷ്ടപ്പെടുമോ ഇല്ലയോ? അതവർ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്ത കാര്യം പറയുകയാണ്. പിന്നെ കാലാകാലമായിട്ട് ഇവർ പറയുന്നത് കേട്ടുമാത്രം പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിം സമൂഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുസ്ലിം സമൂഹവും പുരോഗമനപരമായി ചിന്തിക്കുകയാണ്. നാടിൻ്റെ വികസനത്തിൻ്റെ കൂടിയാണ് അവർ. അങ്ങ് പറഞ്ഞു വരുന്നത് ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ അതേതോ ആയിക്കോട്ടെ എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുവരാനുള്ള സംവിധാനം നിലവിലുണ്ട്. തീർച്ചയായിട്ടും ഭാരതം എല്ലാ മതവിഭാഗത്തെയും ആശ്ലേഷിക്കുന്ന ഒരു രാജ്യമാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള സമീപനം എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. 10 വർഷക്കാലത്തെ മോഡി ഭരണത്തിൽ നിങ്ങൾ നോക്കുക. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് വർഗീയ കലാപമുണ്ടായിട്ടുള്ള വർഷമാണ് 10 വർഷക്കാലം. ഞാൻ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഞാൻ എൻ്റെ LDF-ൻ്റെയും UDF-ൻ്റെയും സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്ന എൻ്റെ സ്നേഹിതന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. അവർ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കട്ടെ. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ LDF-നും UDF-നും സ്ഥാനാർത്ഥികൾ തയ്യാറുണ്ടോ? ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരത ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ വർഗീയ കലാപം, അതിൽ തന്നെ ഏറ്റവും കുറഞ്ഞ കലാമിറ്റിയുള്ള ആൾനാശമുണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. വർഗീയ കലാപത്തോട് സന്ധിയില്ലാത്ത സമയം ഏത് മതവിഭാഗം എന്ന് നോക്കിയിട്ടല്ല BJP ഗവൺമെൻറ് സമീപനം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അത് അറുതി വരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്.
ഇനി 5 വർഷക്കാലവും ഈ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 400-ലേറെ സീറ്റ് വാങ്ങി നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് പോലും സംശയമില്ല. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതായത് അകൽച്ചകൾ പൂർണ്ണമായും പരിഹരിക്കാൻ ബി.ജെ.പിക്ക് പ്രാപ്തമാണ്. പ്രാപ്തമാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തും. രാജ്യം മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം സമൂഹത്തിന് വിശ്വസിക്കാൻ നരേന്ദ്രമോദിയെയും ബി.ജെ.പിയും അല്ലാതെ ആരാളുള്ളത്? നരേന്ദ്രമോദിയും ബി.ജെ.പിയും ആണല്ലോ രാജ്യം വീണ്ടും ഭരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പരസ്പര സഹവർത്തിത്വത്തോട് വിശ്വാസത്തോട് മുമ്പോട്ട് പോകണം. മുസ്ലിം സമൂഹം ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷ വിഭാഗമാണ്. ആ വിഭാഗത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത്, ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ബി.ജെ.പി സ്വീകരിക്കുന്ന, നരേന്ദ്രമോദി ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനം. ആ സമീപനമായിട്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ അവർ പരാജയപ്പെട്ടു പോകും. സത്യം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഒരു പരിധിവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുസ്ലിം സമൂഹവും തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും എൻ.ഡി.എ സ്ഥാനാർത്ഥി എം.ടി. രമേശാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അത്തരത്തിലുള്ള വലിയ പ്രതീക്ഷകൾ, ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ സമാഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷകൾ എൻ.ഡി.എ സ്ഥാനാർത്ഥി വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാർ ബാലുശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.